ആകാശവാണി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജയശ്രീ കുരിശ്ശേരി. അപ്പൂപ്പ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാലും ചിന്തകൾ ഇങ്ങ് കയറി വരും. അത് അപ്പൂപ്പൻ ഇതുവരെ അറിയില്ലേ? ഈ ചോദ്യം ഞങ്ങളുടെ കൊച്ചുമകൻ 3 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പൂപ്പനോട് ചോദിച്ചതാണ്. സന്ദർഭം, അവൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന കാര്യം ചോദിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്ത പോംവഴി ഇതായിരുന്നു: മോൻ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാതിരുന്നാൽ മതി. അതിൻ്റെ മറുപടിയാണ് മുകളിൽ പറഞ്ഞതൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും സംഗതി വാസ്തവം തന്നെ അല്ലേ? നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ചാൽ അത് തന്നെ മനസ്സിലേക്ക് ഓടിയെത്തി ശല്യം ചെയ്യില്ലേ? പിന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ചിന്തകളെ വഴിതിരിച്ച് വിടേണ്ടി വരും. അതാണ് വേണ്ടതും. കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്തും അത് തന്നെയല്ലേ ചെയ്യുക? അവർക്ക് കൂടുതൽ താല്പര്യമുള്ള മറ്റെന്തിലേക്കെങ്കിലും ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകും. എന്നാൽ നിശ്ചിന്തനായിരിക്കാനും കഴിയില്ല. അവിടെ ചിലപ്പോൾ ചെകുത്താൻ കയറി പണി തുടങ്ങിക്കളയും. എല്ലാ ദുഷ്ചിന്തകളും ദുർവികാരങ്ങളും മനസ്സിൻ്റെ രോഗാവസ്ഥയുടെ ഭിന്ന രൂപങ്ങളാണ്. അപ്പോൾ ഏത് വിധേനയും അത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കണം. ചിന്തകളെ എപ്പോഴും ചിന്തേരിട്ട് മിനുക്കിക്കൊണ്ടിരിക്കണം. നന്മയുള്ളതും ക്രിയാത്മകവുമായ ചിന്തകൾ മനസ്സിലെത്തിക്കാൻ ശ്രമിക്കണം. കാരണം നല്ല ചിന്തകളിൽ നിന്നാണ് നല്ല പ്രവർത്തികൾ ഉണ്ടാകുന്നത്. മനസ്സിൽ നല്ല ചിന്തകൾ ജനിപ്പിക്കാൻ നല്ല പുസ്തകങ്ങൾക്ക് എപ്പോഴും കഴിയും. നാം വളരെ ചെറിയ പ്രായത്തിൽ പോലും വായിച്ച പുസ്തകങ്ങളിലെ കാര്യങ്ങൾ നല്ല ചിന്തകളായി പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞും നമ്മെ പിന്തുടരാറില്ലേ? മനസ്സ് മരവിക്കുന്ന പല നിമിഷങ്ങളിലും ഉത്തേജകമായി എത്തുന്നത് ഏതെങ്കിലും നല്ല പുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള ചിന്താശകലങ്ങളാകാം. അതുപോലെ തന്നെ നല്ല ചിന്തകളുള്ള സുഹൃത്തുക്കൾക്കും നമ്മിൽ സത്ചിന്തകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്നത് നമ്മുടെ പ്രാർത്ഥനയാകുന്നതും. മനഃശുദ്ധിയിൽ നിന്നും മൗനത്തിൽ നിന്നുമാണ് മഹത്തായ വാക്കും കർമ്മവും പിറക്കുന്നതെന്ന് സ്വാമി വിവേകാനന്ദൻ. അത്തരം മൗനത്തിൻ്റെ വേളകളിൽ നമ്മിൽ നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാകൂ. അതിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾ അതിലേറെ നന്മ നിറഞ്ഞതുമാകും. ശ്രീ P.N. പണിക്കർ എന്ന ഒറ്റയാളിൻ്റെ ചിന്തയിൽ നിന്ന് ഉദിച്ചതാണ് ഇന്ന് ഈ നാടാകെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം. സ്വാതന്ത്ര്യ ചിന്തകൾ ഭാരതീയരുടെ മനസ്സിനുള്ളിലേക്ക് ഒരു അഗ്നിസ്ഫുലിംഗം പോലെ കടത്തിവിട്ട കർമ്മയോഗികൾ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര യോദ്ധാക്കളെയാണ് സൃഷ്ടിച്ചെടുത്തത്. നാടിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ, അതിനുവേണ്ടി കഷ്ടത അനുഭവിക്കാൻ, ജീവത്യാഗം പോലും ചെയ്യാൻ നാട്ടിലെ സാധാരണ ജനങ്ങളെ സന്നദ്ധരാക്കിയത് ആ മഹാത്മാക്കൾ കൊളുത്തിയ ചിന്താദീപങ്ങളായിരുന്നു. അത് ഒരു നാട് മുഴുവൻ പടർന്നപ്പോൾ തെളിഞ്ഞത് സ്വാതന്ത്ര്യത്തിൻ്റെ പൂത്തിരിവട്ടമായിരുന്നു. നമ്മുടെ ചിന്തകളെ നല്ല വഴിക്ക് തിരിച്ചുവിട്ടാൽ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ നല്ല ചിന്തകൾ ഒരു സമൂഹത്തിൻ്റേതാകുമ്പോൾ ആ നാടും നന്നാകും. നാട് ഭരിക്കുന്നവരിലും അത്തരം നല്ല ചിന്തകൾ ഉണ്ടായില്ലെങ്കിൽ അവിടെ അരാജകത്വവും യുദ്ധം പോലുള്ള കെടുതികളുമാകും ഫലം. ആരോഗ്യമുണ്ടാക്കുന്നതിൽ ദഹനത്തിനുള്ള പ്രാധാന്യം തന്നെയാണ് വിജ്ഞാനമുണ്ടാക്കുന്നതിൽ ചിന്തയ്ക്കുള്ളതും. ചിന്തകൾ നവീകരിച്ചാൽ തന്നെ ശരീരവും നവീകരിക്കപ്പെടും. നമ്മുടെ ശൈലി നന്നാക്കുക എന്ന് പറഞ്ഞാലും ചിന്ത നന്നാക്കുക എന്ന് തന്നെയാണ് അർത്ഥം. 1 മണിക്കൂർ ചിന്തയ്ക്ക് 1000 രാവുകളിലെ പ്രാർത്ഥനകളേക്കാൾ പുണ്യമുണ്ട് എന്ന് മുഹമ്മദ് നബി ഓർമ്മപ്പെടുത്തുമ്പോൾ ചിന്തയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്, നമ്മുടെ വില നിശ്ചയിക്കുന്നതും എന്ന് ശ്രീബുദ്ധൻ. അതെ, സത്ചിന്തകളുമായി നമുക്ക് ഓരോരുത്തർക്കും വിലപിടിപ്പുള്ള മനുഷ്യരാകാം. ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുരിശ്ശേരി.